വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായി വ്യാഖ്യാനിച്ച് പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും ദൈവശാസ്ത്ര അധ്യാപകനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമ്മൾ 10 കൽപ്പനകളിലെ 1-ാം പ്രമാണത്തിലൂടെ അവസാന ഭാഗത്തേക്ക് എത്താറായി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രേതബാധയെക്കുറിച്ച് വിശദീകരിച്ചു. അത് ഒരു ദൈവാരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മതനിന്ദ പോലെയുള്ള ഒരു കാര്യമാണ് പ്രേക്ഷകരോട് വിശദീകരിച്ചു കൊടുത്തു. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നിരീശ്വരവാദത്തെക്കുറിച്ച് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. നിരീശ്വരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പ്രത്യേക മതാനുഷ്ഠാനങ്ങളൊന്നുമില്ലെങ്കിലും ദൈവവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദികളുണ്ട്. ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, എന്നാലും പള്ളിയിൽ പോവുക അല്ലെങ്കിൽ ആരാധനകളിലൊന്നും ബന്ധപ്പെടാതെയൊക്കെ. ഇവരോട് എന്താണ് നമ്മുടെ സഭയുടെ ഭാഗത്തുനിന്ന് അച്ഛന് പറയാനുള്ളത്? അവരോട് എന്ത് പറയണം എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഈ നിരീശ്വരവാദം എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയേണ്ടതായിട്ട് വരും, ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം സാറ് തന്നെ നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഒരു സൈഡോടെ പറയുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയണമുണ്ട്. എന്നാൽ ദൈവവിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുമില്ല. ചിലത് അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊരു ദൈവത്തിലല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഓരോ മതങ്ങളും, വ്യവസ്ഥാപിത മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക ദൈവങ്ങളെ ഒന്നും അവരെ ആരാധിക്കുന്നില്ല, പക്ഷേ ഏതോ ഒരു ശക്തിയെ അവർ ആരാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വളരെ വൈവിധ്യമേറിയ ദൈവസങ്കല്പങ്ങൾ, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടെ എന്താണ് നിരീശ്വരവാദം, ഇംഗ്ലീഷിലെ എത്തയിസം എന്ന് പറയുന്ന വാക്ക്, അപ്പോൾ ഈ എത്തയിസ്റ്റ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് വരണം. ഒരു നിർവചനമായിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ദൈവമില്ല എന്ന വീക്ഷണമാണ് നിരീശ്വരവാദം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം, ആഴമായ അതിൻ്റെ ഏറ്റവും പ്രഥമമായ അർത്ഥം ദൈവമില്ല എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ ദൈവമില്ല എന്നുള്ള വിശ്വാസത്തിന് പല വകഭേദങ്ങളുണ്ട്. ഒന്ന്, അതിനെ നമ്മൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ വാക്കുപയോഗിച്ച് പറയുകയാണെങ്കിൽ പ്രായോഗിക ഭൗതികവാദം എന്ന് പറയും. ഭൗതികവാദം എന്ന് വെച്ചാൽ ഭൗതികമായ കാര്യങ്ങളെ ഉള്ളൂ, കാണുന്നതും അനുഭവിക്കുന്നതും പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യം ഉണ്ടായിരിക്കാണ്ടിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡാണ്, ഇതൊക്കെ കാണാം. പക്ഷെ മറ്റേത് അപ്രസക്തമാണ്. അതാണ് പ്രായോഗികത എന്ന് പറയുന്നത്. പ്രയോഗത്തിൽ വാസ്തവത്തിൽ നമുക്ക് മുകളിൽ ദൈവം ഉണ്ടാവേ അല്ലെങ്കിൽ അടിയിൽ ദൈവം ഉണ്ടാവേ, ആരുണ്ടായാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതൊന്നും അല്ല ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി നടന്ന് അതിൽ പൂർണ്ണ ഒരു സംതൃപ്തിയും സന്തോഷവും സമാധാനവും ജീവിതത്തിന് ഒരു അഭിലാഷ പൂർത്തീകരണവും നടക്കുന്നുണ്ടെങ്കിൽ അത് മതി. അതിനപ്പുറത്ത് വേറെ ഒരു ദൈവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടല്ല, നമ്മുടെ ദൈവം ഇത് തന്നെ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. അത് വളരെ പ്രായോഗികമായൊരു കാഴ്ചപ്പാടാണ്. വേറെ അതിനെക്കുറിച്ച് അവർക്ക് അതിൻ്റെ പേരിൽ നിരാശയോ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ചില ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അവരങ്ങനെ ഈ ദൈവാരാധനയിലോ മതാനുഷ്ഠാനങ്ങളൊന്നും പങ്കെടുക്കില്ലെങ്കിലും അവർ പ്രായോഗിക നിരീശ്വരവാദം പറയുമ്പോഴും മക്കളുടെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അന്ന് അതായിക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതൊരു സോഷ്യൽ കൺവെൻഷൻ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതും ഒരു പ്രായോഗികതയാണ്. കല്യാണം നടക്കണമെങ്കിൽ കല്യാണത്തിന് അവർക്ക് ബിഷപ്പിനെ ചിലപ്പോൾ വേണമെന്ന് പറയും, അതൊക്കെ പറയും. അങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊരു സാംസ്കാരികമായ പരിപാടിയായിട്ടാണ് അവർ കൂടുതൽ അവരുടെ ഉള്ളിൽ അതിനെ കാണുന്നത്. അപ്പോൾ പിന്നെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അല്ലെങ്കിൽ സാമൂഹ്യ ആചാരങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതായിക്കോട്ടെ, കാരണം അവരതിന് ദൈവം ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനൊരു മനോഭാവമാണ് ഈ പ്രായോഗികത നിരീശ്വരവാദം എന്ന് പറയുന്നത്.
പിന്നെയും വേറൊരു സാധനമാണ് ഈ നിരീശ്വരവാദം, നിരീശ്വര മാനുഷികവാദം എന്ന് പറഞ്ഞാൽ അതിൽ പറയണത് മനുഷ്യൻ ആണ് പരമമായ സത്യം. ദൈവം, മനുഷ്യൻ്റെ മീതെ ഒരു ദൈവം ഇല്ല, മനുഷ്യൻ തന്നെ ദൈവവും. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ ഏറ്റവും അബ്സല്യൂട്ട് അല്ലെങ്കിൽ അതീന്ദ്രിയം, അപരിമേയം, അതിശക്തം എന്ന് നമ്മൾ പറയുന്ന ട്രാൻസെൻഡൻ്റൽ എന്നാണല്ലോ ദൈവത്തെ പറയുന്നത്. അങ്ങനെയുള്ളൊരു അപരിമേയമായ ശക്തി ഉള്ള ആൾ തന്നെയാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ്റെ യുക്തിയും ശാസ്ത്രവും ഒക്കെ ഉപയോഗിച്ച് അവൻ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ദൈവം. അപ്പോൾ അതിനപ്പുറത്തൊരു റെഫറൻസ്, ഒരു നമ്മൾ നോക്കേണ്ട, പരിശോധിച്ച് നോക്കേണ്ട, താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകേണ്ട വേറെ ഒരു പോയിന്റ് ഇല്ല. അതാണ് ഈ മാനുഷികവാദം, നിരീശ്വര മാനുഷികവാദം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ തന്നെ പ്രതിഷ്ഠിക്കുക. പിന്നെ മൂന്നാമത് വേറൊരു നിരീശ്വരവാദം വിമോചന നിരീശ്വരവാദം. ഒരുപക്ഷെ നമ്മുടെ ആളുകൾ ഇങ്ങനത്തെ പേരുകളൊന്നും കേട്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പ്രേക്ഷകർ. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വിമോചനമാണ് ദൈവം. ഈ വിമോചന ദൈവശാസ്ത്രമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു ദൈവം ഇപ്പോൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, നമുക്ക് പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ രക്ഷയാണ്. അതായത് മനുഷ്യനെ രക്ഷയുണ്ടാകുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അത് രക്ഷയ്ക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഓക്കെ, അല്ലാതെ ദൈവത്തിൻ്റെതായ ഒരു പ്രത്യേകമായ ഒരു പദവിയോ ബഹുമാനമോ അംഗീകാരമോ സ്ഥാനമോ ഒന്നും മനുഷ്യൻ കൽപ്പിച്ചു കൊടുക്കണില്ല. എനിക്ക് എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, രക്ഷയാണ് പ്രധാനം. അപ്പോൾ വിമോചനമാണ് പ്രധാനം, അടിമത്തത്തിൽ നിന്നുള്ള മോചനം. അപ്പോൾ അതാണ് ഈ കുറേ കൂടി വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഒരു സ്വാധീനത്തിൽ അങ്ങനെയുള്ളൊരു നിരീശ്വരവാദത്തിൻ്റെ രൂപം കൂടി നമ്മളിൽ വളരെ കുഴഞ്ഞു മറിഞ്ഞാണ് നമ്മൾ ഈ ആളുകളിൽ ഇത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് നമ്മുടെ ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ ഈ 2123 നമ്പർ, അവിടെ നിന്നോട്ടാണ് നമ്മളിത് പറയുന്നത്. 2128 വരെയുള്ള 5 നമ്പറുകൾ, ആ വാക്യങ്ങൾ, അതിൻ്റെ ഇടയിൽ പറയുന്ന വേറൊരു തരം ചിന്തയാണ് നിരീശ്വരവാദത്തോട് ചേർന്ന് കിടക്കുന്നതാണ് അജ്ഞേയവാദം, അജ്ഞേയതാവാദം. എന്ന് പറഞ്ഞാൽ അജ്ഞേയത, ദൈവത്തെ അറിയാൻ സാധിക്കുകയില്ല, ദൈവത്തെ അറിയാൻ സാധിക്കില്ല. ദൈവം ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, നമ്മൾ ആ ദൈവത്തെക്കുറിച്ച് ഇത്ര വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. ദൈവം അത്രയും പരമ ഉന്നതമാണ്, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. നമ്മൾ എല്ലാ മതവിശ്വാസികളും ക്രിസ്ത്യാനികളും വളരെ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ഹിന്ദു മതത്തിൽ ദൈവത്തെ നിർവചിക്കുന്നത് പ്രധാനമായിട്ടും നേധി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലൂടെ. അതായത് അതല്ല ഇതാണോ ദൈവം, അതല്ല. കാരണം എന്താണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുതന്നെയാണ് ക്രിസ്തു മതത്തിൽ നമ്മൾ പല രീതികളിൽ വിശുദ്ധരായ ആളുകളും ദൈവശാസ്ത്രജ്ഞരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അഗസ്ത്യനോസൊക്കെ പറഞ്ഞ കാര്യവും സെൻറ് തോമസൊക്കെ പറഞ്ഞതിന് ഇത്രയൊക്കെ അന്വേഷിച്ച് ഇത്രയൊക്കെ ദൈവത്തെക്കുറിച്ച് എഴുതിയ ആൾക്കാർ പറയണത്, ദൈവമേ ഞാൻ നിന്നെ അറിയും തോറും നിന്നെക്കുറിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അത്രയും സാഗരം പോലെ നിസീമമായി കിടക്കുന്ന ആകാശവിധാനം എന്ന് പറയുന്നൊരു കാര്യം അങ്ങനെയില്ല. ഹെമിസ്ഫിയറിൽ നോക്കത്താ ദൂരത്ത് കിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണിത്. പക്ഷേ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിൽ പോകുന്നവരാണ് ഈ അജ്ഞേയതാവാദം. അപ്പം ഇങ്ങനെ പല രീതിയിൽ വാസ്തവത്തിൽ ഈ നിരീശ്വരവാദം പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ ഫലത്തിൽ എല്ലാവരും സംഭവിക്കണേ നമ്മൾ ഓരോ മതങ്ങൾ പറയുന്നത് പോലെയുള്ളൊരു ദൈവം അപ്പുറത്ത് ഇല്ല. ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് അവർക്കൊരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനങ്ങളിലേക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവരും ഒരു അപരിമേയമായൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ശക്തി എന്താണെന്നൊന്നും അവർക്കറിയില്ല, പക്ഷേ എന്തോ ഒരു ശക്തി ഉണ്ട്, അതിലവർ വിശ്വസിക്കുന്നുണ്ട്. അവരെ ദൈവനിഷേധികളുടെ ഗണത്തിൽ അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റും? ദൈവനിഷേധികളാണ് എന്ന് പറയുന്ന ഞാൻ ഒത്തിരി പേരുമായിട്ട് ഇടപെട്ടപ്പോഴും നല്ലൊരു ശതമാനം ആൾക്കാരും
ദൈവത്തെ ശരിക്കും നിഷേധിക്കുന്നില്ല അവർ. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളായിരിക്കും. അവർ വിശ്വാസികളാണ്. അവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവസങ്കല്പവുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗൗഡിയം എറ്റ് സ്പെസ് എന്ന് പറയുന്ന സഭാ ആധുനികത്തിലെ അത് വ്യക്തമായിട്ട് പറയേണ്ടത് അവരെ ഈ നിരീശ്വരവാദത്തിലേക്ക് പോയതിൻ്റെ പ്രധാന ഉത്തരവാദി നിങ്ങളാണ് തന്നെയാണ്. അതെ, അതായത് അവർ പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ ദൈവം കരുണയുള്ളവനാണ്, സർവശക്തനാണ്. അപ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലല്ലേ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഒരു തുരങ്കത്തിൽ പെട്ട പാവം തൊഴിലാളികൾ എത്ര ദിവസമാണ് അതിൻ്റെ അടിയിൽ കിടന്നത്. അപ്പോൾ ആളുകൾ ചിന്തിക്കില്ലേ, ഈ പാവം തൊഴിലാളികൾ എന്ത് പേടിച്ചു, എത്രയോ കുടുംബങ്ങളും ജനങ്ങളും രാഷ്ട്രം തന്നെ അതിൻ്റെ പുറകെ പോയി. ഈ ദൈവത്തിന് കണ്ണില്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് അവരെ കടത്താൻ പാടില്ല, അല്ലെങ്കിൽ ആ അപകടം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ച് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി, എന്തുകൊണ്ട് ഇവിടെ തിന്മ പ്രവർത്തിക്കുന്നവർ നിരന്തരമായിട്ട് വിജയിക്കുന്നു, ദൈവം പരാജയപ്പെടുകയല്ലേ, സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള കുറേ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ, അവർ രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ രൂപങ്ങളുമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചേരുന്നില്ല. അതുകൊണ്ട് ദൈവനിഷേധികളാകുന്നവരുണ്ട് ഒത്തിരി പേര്. യഥാർത്ഥത്തിൽ അവർ ദൈവാന്വേഷണത്തിന്റെ പാതയാണ്. അതുകൊണ്ട് അവർ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചിത്രം എന്താണ്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലുള്ള അവരുടെ ഒരു വേദനയിൽ നിന്നാണ് അത് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു. അത് ശരിയാണ്. അതായത് നമ്മൾ അവർ നോക്കുമ്പോൾ ഈ ദൈവവിശ്വാസികളാന്ന് പറയുന്ന ആൾക്കാരുടെ ജീവിതത്തിലെ വലിയ മാറ്റമൊന്നും അതന്നെ കൗൺസിൽ ഡോക്യുമെന്റിൽ പിതാക്കന്മാർ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം അവർക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങളുടെ പ്രവർത്തനവും അവർക്ക്. അതെ, വാക്കും വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ മുഴുവൻ നേരം തെറി പറയുക, ആൾക്കാരെ മുഴുവൻ പാര വയ്ക്കുക, കച്ചവടത്തിൽ മുഴുവൻ മായം കാണിക്കുക, എല്ലാ നോമ്പും നോക്കും, എല്ലാ മതത്തിലുണ്ടത്, ഒരു കൃത്യ മതത്തിലൊന്നുമല്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെ കണ്ടിട്ട് വേണം എൻ്റെ ശിഷ്യന്മാരെ ലോകത്തെ അറിയാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ വിറ്റ്നസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഏതൊരു മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, അവൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആ വിശ്വാസങ്ങളോട് പൊരുത്തപ്പെടാത്ത രീതിയിൽ ഈ അനുഷ്ഠാനങ്ങൾ മുഴുവൻ ചെയ്തിട്ടും അവൻ ജീവിക്കാതെ കാണുമ്പോൾ എതിർസാക്ഷ്യമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ പിന്നെ വേറെ ചില ആൾക്കാരൊക്കെ ഞാൻ ഇടവകയിലൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത്, ചില ആൾക്കാർ പള്ളിയിൽ പോകാത്തതിൻ്റെ കാരണം ദൈവത്തിനെ നിഷേധിച്ചിട്ടൊന്നുമല്ല, പള്ളിയിലത്തെ ആൾക്കാരുമായിട്ട് ചേർന്നിട്ടില്ല. ചിലപ്പോൾ അച്ഛനിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അച്ഛൻ ഒരു പ്രാവശ്യം കുർബാന മരിച്ചവരെ ഏൽപ്പിക്കാൻ ചെന്നു. അപ്പോൾ അന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പൈസ അടച്ചിട്ട് മതി, ഇവിടെ കുടിശ്ശിക കുറേ കിടപ്പുണ്ട്, അത് അടച്ചിട്ട് എന്നാലേ ഞങ്ങൾ സിമിട്രിയിൽ ഓഫീസ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ സംസ്കാര കർമ്മം നടത്തണമെങ്കിൽ ആദ്യം പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ അച്ഛൻ, ദൈവം ഇങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത്? മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് പൈസ പിന്നെ വല്ലപ്പോഴും അടയ്ക്കാം, നിങ്ങൾ ആളെ കടത്താം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പെരുമാറ്റങ്ങൾ വൈദികരുടെ ഭാഗത്തു നിന്നാകാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ട്രസ്റ്റിമാരുടെ ഭാഗത്തു നിന്നാകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറുപ്പിക്കുന്ന ചില പരിപാടികൾ, അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ അതിൻ്റെ പേരിൽ തന്നെ പിന്നെ പള്ളിയിലേക്ക് അമ്പലത്തിൽ പോകാണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ വളരെ ദൈവനിഷേധാത്മകമായിട്ട്, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ഒന്നും പള്ളിയിൽ പോകുന്ന ഒരു സംസ്കാരമൊന്നും ഇല്ലെങ്കിൽ ആ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട്, പ്രത്യേകിച്ച് ഇൻ്റർ റിലീജിയസ് മാരേജസ്, പല മതങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നടന്ന കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ഡെലിക്കസിയാണ് ഈ കുട്ടീനെ ഏതിലേക്ക് വിടും എന്നുള്ള. അപ്പോൾ അപ്പനെ ചിലപ്പോൾ ക്രിസ്ത്യാനിയാവും, അമ്മ ചിലപ്പോൾ ഹിന്ദു ആവും, അല്ലെങ്കിൽ നേരെ മറിച്ചാവും. അപ്പോൾ അവർക്ക് അവരവരുടേതായ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അവർ നോക്കുമ്പോൾ ആയിരിക്കും ഇത് രണ്ടും വേണ്ട, പുലുവാലാണ്. അപ്പോൾ അവരൊന്നും ചെയ്യാണ്ടാകുമ്പോൾ പിള്ളേർക്കും കൊച്ചു വലുതായിട്ട് തീരുമാനിക്കട്ടെ. അപ്പോൾ പിന്നെ കൊച്ചു 10-18 വയസ്സ് വരെ അങ്ങനെ ഒരു കൾച്ചറിൽ വന്നില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ ബോധതലത്തിൻ്റെ ഉള്ളിലുള്ള അഗാധമായി കിടക്കുന്ന ഈ ഒരു ആത്മീയമായ ഒരു ഭാഗത്തെ അതുവരെ നർച്ചർ ചെയ്യാതെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് അവനങ്ങനെ വരാം. പിന്നെ വേറെ ശാസ്ത്രീയമായിട്ടൊന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ കൊഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്ന തലച്ചോറിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ കയറി വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ചില ആൾക്കാരുടെ ബ്രെയിനിൻ്റെ മേക്കപ്പിൽ തന്നെ ദൈവനിഷേധ
കൂടുകയും യുക്തിചിന്ത കൂടുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ യുക്തിചിന്തയിൽ തന്നെ ജീവിതത്തെ കാണുന്ന ആൾക്കാർക്ക് ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ദൈവം ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ കടന്നു വരുന്ന ഒരു ഫിഗറാണ്. അപ്പോൾ അതിനെ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്നൊക്കെ നമ്മൾ മസ്തിഷ്കത്തെ തിരിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ബ്രെയിൻ, ഇടത് ബ്രെയിന് കൂടുതൽ വളർന്നാൽ വലതു ബ്രെയിന് വേണ്ടത്ര വികാസം ഉണ്ടായിട്ടില്ലെങ്കിൽ, കാരണം വലതു ബ്രെയിനിലാണ് വിശ്വാസം, ഇമോഷൻസ് എല്ലാം വരുന്നത്. പുരുഷ സ്ത്രീ ബന്ധങ്ങളിൽ അവർ തമ്മിലുള്ള ലിംഗവ്യത്യാസങ്ങളിൽ തന്നെ പറയുന്നത് പുരുഷനിൽ കൂടുതൽ ഈ ഒരു മെയിൽ ക്യാരക്ടറിൽ ഈ കുറേ കൂടി ഈ ഒരു യുക്തി കൂടുതൽ കെടുക്കുകയും സ്ത്രീ അതേ കാര്യം തന്നെ വൈകാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള, അതുകൊണ്ട് വിശ്വാസം കൂടുതൽ അമ്മമാർക്കാണ് കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് വേർതിരിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഇങ്ങനെ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടെന്നും യുക്തിയിൽ മാത്രം ഒരു കുട്ടി കൂടുതൽ വികസിച്ച ആൾക്ക് എപ്പോഴും ദൈവത്തെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് 40-50 വയസ്സ് കഴിയുമ്പോൾ ഭയങ്കര യുക്തിവാദികളായ ആളുകൾ കുറേശ്ശെ ഈ ബോധമനസ്സിൻ്റെ യുക്തിയുടെ ശക്തി കുറയുമ്പോൾ കുറേശ്ശെ കണ്ട് വലത്തോട്ട് നീങ്ങാൻ തുടങ്ങും. അപ്പോൾ വളരെ വിപ്ലവവും ദൈവനിഷേധിയായിരുന്ന ആളുകളൊക്കെ കുറേ കഴിയുമ്പോൾ ഭയങ്കര വിശ്വാസികളായിട്ട്, ചിലർ എക്സ്ട്രീം അറ്റത്തേക്ക് പോണവരുണ്ട്. എല്ലാം കഴിഞ്ഞ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി കഴിഞ്ഞ് ചിലപ്പോൾ ആള് ഭയങ്കര വിശ്വാസിയായിട്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ഇവരെല്ലാവരെയും നമ്മൾ ദൈവനിഷേധികളായിട്ട് കാണരുത്. ഈ ചില ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇടവകയിൽ ഞാൻ ഇരുന്ന അവസരത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം, അവിടെ ആ അമ്മച്ചി ഞാൻ വീട് വഞ്ചിരിക്കാൻ ചെന്നപ്പോൾ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ദുഃഖം, എൻ്റെ ഭർത്താവ് വളരെ നല്ല ഭർത്താവ്, നമ്മളെ പട്ടിണിക്ക് ഇടണില്ല, എന്നെ തല്ലണില്ല, കുടിക്കണില്ല, ഒന്നും ചെയ്യണില്ല, ജോലിക്ക് പോകണ്ട് അല്ലാണ്ട്. പിന്നെ എന്താ അമ്മച്ചി പരാതി? ഇയാൾ പള്ളിയെ വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ പള്ളിയെ വരാത്തെ? ഇതൊക്കെ ചെയ്യണ്ടല്ലോ. പള്ളിയിലേക്ക് ഞാൻ പോവില്ല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഏതോ ഒരു പള്ളിയിൽ അതിന് മുമ്പത്തിരുന്ന ഒരു അച്ഛനും ആൾക്കാരൊക്കെ കൂടി പുള്ളിയുടെ എന്തോ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളി ചെയ്യുന്ന വേറൊരു കാര്യം ഉണ്ട്. എന്താണെന്നറിയോ? ഇവളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്കൂട്ടറിലൂടെ കൊണ്ടാക്കി ഇറക്കി കൊടുക്കും. അപ്പം ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, തൻ്റെ ഉള്ളിൽ താൻ ദൈവത്തെ ഒന്നും നിഷേധിക്കുന്നില്ല. അമ്മച്ചിയോടും പറഞ്ഞു ഇയാൾ ദൈവത്തെ നിഷേധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അമ്മച്ചിയുടെ വിശ്വാസം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ഇയാൾ സ്കൂട്ടറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കില്ലല്ലോ, താൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാളുടെ ഉള്ളിൽ ഈ നന്മയുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാകുമ്പോൾ പോട്ടെ, നിർബന്ധിക്കണ്ട, ഇതെല്ലാം സ്വതന്ത്രമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനൊരു മനോഭാവം എടുത്തപ്പോൾ തന്നെ അയാൾ പകുതി മനസ്സ് തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പിന്നീട് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട് അച്ഛാ വേറെ പള്ളിയിലേക്ക്. അത് ശരി, വേറെ പള്ളിയിലേക്ക് പൊക്കോ, കുറേ നാൾ കഴിയട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ വെറുതെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. അവരാളുകൾ പിന്നെ കുറേശ്ശെ അവരുടെ അതൊരു ഈഗോ പ്രശ്നം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സാറ് ചോദിച്ച എല്ലാവരും ദൈവനിഷേധികളെന്ന് പറയുന്നവരൊന്നും ദൈവനിഷേധികളല്ല, മതനിഷേധികളായിരിക്കും, അച്ഛൻ നിഷേധികളായിരിക്കാം, അല്ലെങ്കിൽ കൈക്കാരൻ നിഷേധിയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ സഹനങ്ങളോടുള്ള വിരോധമായിരിക്കും. ഇങ്ങനെ പല രീതിയിലേ ഇത് വരാം. പക്ഷേ ഒരു കാര്യം ശരിയാണ്, സാറ് പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു അപരിമേയമായ ശക്തിയിൽ വിശ്വസിക്കുന്നതായിട്ട് കാണാം. മതങ്ങളുടെ മുഴുവൻ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആളുകൾ നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയും നമ്മളെ കൊണ്ട് മാത്രം ഈ ജീവിതത്തിൻ്റെ ഗതിവിധികളെ നിയന്ത്രിക്കാനോ ഭാവിയെ ഭാസുരമാക്കാനോ സാധിക്കുകയില്ല എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അവൻ അന്ന് മുതൽ ഈ അപരിമേയമായ ശക്തിയെക്കുറിച്ച് അവൻ ചിന്തിക്കും. അത് ചിലർ പറയുക പ്രകൃതിയെ തന്നെ ദൈവശക്തിയായിട്ട് കാണും, ചിലർ പല ദൈവങ്ങളുണ്ടെന്ന് വിചാരിക്കും, ചിലർ ഒരു ദൈവമുള്ളതെന്ന് വിചാരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് രാഷ്ട്രം തന്നെ ദൈവമാണ്. ഞാൻ ഫ്രാൻസിലൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, പ്രസിഡന്റിൻ്റെ ടോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ മിണ്ടാണ്ടിരിക്കും. TV-യിൽ അത് ഒഫീഷ്യലായിട്ട് സംസാരിക്കണ ചില സമയമുണ്ട്. പ്രസിഡന്റ് ഇങ്ങനെ എന്നും കണക്കണമെന്നൊന്നും പറയുമൊന്നുമില്ല, എന്നും സംസാരിക്കുന്ന ആളല്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ നാഷണൽ അല്ലെങ്കിൽ വളരെ രാഷ്ട്രത്തെ പ്രധാന മിത്രോ വരുന്നു സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രഞ്ചുകാർ വർത്താനം പറഞ്ഞവരൊക്കെ നമ്മൾ എല്ലാം മിണ്ടാണ്ടിരിക്കട്ടോ, പ്രസിഡന്റ് സംസാരിക്കും. അപ്പോൾ അതായത്
അവരെന്തോ അപരിമയമായ ഒരു വ്യക്തിയാണ് ആ ആള് എന്നുള്ളൊരു അവരുടെ ഉള്ളിലെ ദൈവസങ്കല്പത്തെക്കാൾ കൂടുതൽ രാഷ്ട്രസങ്കല്പം വളരെ കൂടി വരുന്നുണ്ട്. അതുപോലെ ചില ആശയങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തുന്നവരുണ്ട്. ഗാന്ധി തന്നെ സത്യമാണ് ദൈവം എന്നാണ് പറഞ്ഞത്. ചില ആൾക്കാർ ഇവിടെയുള്ള ചില ഐഡിയോളജീസ്. അപ്പോൾ അങ്ങനെ ഇനി വേറെ ചില ആൾക്കാർക്ക് പള്ളിയിലൊന്നും പോവില്ല, പക്ഷെ ഭാര്യ ഭർത്താവിൽ വിശ്വസിക്കുന്നുണ്ടാവും, ഭർത്താവ് ഭാര്യയിലും വിശ്വസിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ, അയാൾക്ക് ദൈവം പോലെയാണ് എൻ്റെ ഭർത്താവ്. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ജീവിതാനുഭവമെങ്കിൽ മറ്റേ ദൈവത്തെങ്കിലേക്ക് ഓടുകയും ചെയ്യും. ഇത് ഇങ്ങനെയുള്ള ചില തമാശകൾ നമുക്ക് കാണാം. പൗലോസ് ഏതൻസിൽ പോയിട്ട് പറഞ്ഞല്ലോ, അൺനോൺ ഗോഡ് എന്ന് എഴുതി വെച്ചു. അതാണ് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം, അവനെ ഞാൻ കണ്ടു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു അൺനോൺ ഗോഡിന് വേണ്ടിയുള്ള ഒരു ത്വര അവൻ്റെ ജീവിതത്തിലുണ്ട്. ചില ആൾക്കാർ ഗാർഡനിങ് നടത്തുമ്പോൾ പോലും ദൈവിക അനുഭവം സീക്രട്ട് സെൻസിലേക്ക് വരുന്നുണ്ട്. ഇതാ ഓട്ടോ എന്ന് പറയുന്ന വലിയ മനഃശാസ്ത്രജ്ഞനും അതേസമയം ആന്ത്രോപോളജിസ്റ്റ്, നരവംശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം പറയും ദ ഹോളി, ദ സെൻസ് ഓഫ് ദ ഹോളി, ദ സെൻസ് ഓഫ് ദ സീക്രട്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായതിനെക്കുറിച്ച്, പരമമായ പ്യുവർ സത്യമായതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമ്മുടെ എല്ലാ മനുഷ്യ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് എല്ലാ ആൾക്കാരിലും ഉണ്ട്. ഫ്രാൻസിസ് അങ്ങനെയാണല്ലോ പ്രകൃതിയിൽ ദൈവം ഉണ്ടെന്ന്. അപ്പോൾ എന്തായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങൾ, വലിയ ക്രൈസിസുകൾ അതിജീവിക്കണമെങ്കിൽ ഒരു അപരിമേയമായ ശക്തിയുണ്ട്. അത് വരണത് എന്തോന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാലേ അത് നമ്മളങ്ങനെ ആവശ്യമായതിന് പറയാം. നമ്മുടെ അസ്തിത്വത്തിൻ്റെ, മനുഷ്യൻ്റെ സൃഷ്ടിയുടെ തന്നെ അതിൻ്റെ ഭാവങ്ങൾ നോക്കിയാൽ 3 ഭാവങ്ങളുണ്ട്. എന്താണ്? ശരീരം, മനസ്സ്, ആത്മാവ്. അത് നമ്മൾ മതങ്ങൾ പറയുന്നു. എന്നാൽ കൊഗ്നിറ്റീവ് സയൻസ് വെച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മനഃശാസ്ത്രം വെച്ച് പഠിക്കുമ്പോൾ യുങ്ങൊക്കെ പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ ബോധതലം, ഉപബോധതലം, അബോധതലം. ഈ അബോധതലം എന്ന് പറയുന്നത് ഒരു 10-33% മനുഷ്യൻ്റെ എനർജിയെ 3ആയിട്ട് തിരിച്ചാൽ ഫിസിക്കൽ എനർജി, ശാരീരികമായ എനർജി ഒരു 30-33%, മെൻ്റൽ എനർജി അതുപോലൊരു എനർജിയാണ് നമ്മുടെ ആത്മീയമായ. ഈ ആത്മീയമായ എനർജി നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ അസ്തിത്വത്തിലുണ്ടെങ്കിൽ ആ എനർജിയെ, ആ ശക്തിയെ ഉദ്ദീപിപ്പിക്കുകയും അത് നിരന്തരമായിട്ട് അതിനെ തതുല്യമായ ഒരു അപരിമേയമായ ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മിൽ അങ്ങനെയുള്ളൊരു ഈ കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഈ അതീവ രഹസ്യത്തിൻ്റെ ഈ ഒരു ലാഞ്ചന, ഒരു കയ്യൊപ്പ്, പെരുമ്പടവം ശ്രീധരൻ എഴുതിയതുപോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യനാണ് ദൊസ്തോവസ്കി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ദൈവത്തിൻ്റെ ഒരു പതിപ്പ് കിടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ മനസ്സ് അതിനു വേണ്ടി ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിൽ, അതിനുവേണ്ടിയുള്ള ദാഹത്തിൽ അത് പല രൂപങ്ങളിൽ ചെന്ന് അത് അഭയം തേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കും, മോൻ എല്ലാ കാര്യവും യുക്തിക്കനുസരിച്ചാണോ ചെയ്യണേ? ഞാൻ അങ്ങനെയാണ് ചില ആൾക്കാരോട്, പിള്ളേരോട് ക്ലാസ്സുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. മോൻ്റെ അപ്പനാരായെന്ന് മോനെ വല്ല ഉറപ്പുണ്ടോ? പിന്നെ എനിക്ക് ഉറപ്പുണ്ടോ. പിന്നെ അല്ല, എന്താ ഉറപ്പ്? നീ DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? DNA ടെസ്റ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല, എൻ്റെ അപ്പൻ തന്നെയാണ്. അല്ല, നിനക്ക് എന്താ ഉറപ്പ്? അല്ല, അമ്മ പറഞ്ഞു. ഈ അമ്മ പറഞ്ഞ ഉറപ്പുള്ളൂ, അത് നീ ഒരു വിശ്വസിക്കുകയല്ലേ? നമ്മളിപ്പോൾ ശ്വസിക്കുന്നുണ്ട്, ഇവിടെ പെട്ടെന്ന് നിറച്ച് വിഷവാതകം പടർന്നുണ്ടോ എന്ന് നമ്മൾ ഓരോ ഓക്സിജനും ചെക്ക് ചെയ്തിട്ടാണോ? ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം, നേരത്തെ ഇവിടെ നമ്മൾ ചായ കുടിച്ചു, ഇനി വെള്ളം കുടിക്കണം, ഇതിൽ വല്ലവരും പോയസം കലക്കിയിട്ടുണ്ടോയെന്ന് എന്താ ഉറപ്പ്? മനുഷ്യൻ ജീവിക്കുന്ന ഓരോ നിമിഷവും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണേ. നീ വലിയ യുക്തിയുടെ കേസൊക്കെ പറയണ്ടല്ലോ, ബസ്സിൽ കയറി പോകുമ്പോൾ ഡ്രൈവറെ വിശ്വസിക്കണം. മോനെ, നീ ഈ വലിയ യുക്തി പറയുന്ന ആള് നീയും വിശ്വസിക്കുന്നേ ചെയ്യണേ എന്ന് നീ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും വലിയ യുക്തിഭദ്രമായിട്ട് സംസാരിക്കുന്നു പറയില്ലേ, ലോജിക്ക് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ലോജിക് ശാസ്ത്രം, തർക്കശാസ്ത്രത്തിലെ അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണിക്കുന്നത്? ഒരു പൊതു സത്യമുണ്ട്, പിന്നെ രണ്ടാമത്തെ ഒരു ചെറിയ ഒരു സത്യം. ഉദാഹരണം, എല്ലാ മനുഷ്യരും മരിക്കും. ഡേവിസ് എന്ന് പറയുന്ന വക്കീല് മനുഷ്യനാണ്, അതുകൊണ്ട് ഡേവിസ് വക്കീൽ മരിക്കും. ഇതാണ് അതിൻ്റെ ഓർഡർ അല്ലേ? അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും മരിക്കും. ഫാദർ വിൻസെൻ്റ്
ഒരു മനുഷ്യനാണ് ഫാദർ വിൻസെൻ്റ്, അതുകൊണ്ട് മരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ വളരെ ലോജിക്കലായി യുക്തിയെന്ന് പറയണേ. ഞാൻ ചോദിക്കണതല്ല, വലിയ ഫിലോസഫറായ ഷോൺ ഫ്രാൻസോ ലിയോത്താർ ഫ്രഞ്ചുകാരൻ ചോദിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ ഒരു പൊതു സത്യവും പിന്നീട് ആ സത്യത്തിൻ്റെ ഭാഗമായി വരുന്ന പകുതി സത്യം ഉള്ള ഒരു അടുത്ത വാചകവും പിന്നെ അതിൽ നിന്ന് ഇങ്ങനൊരു വാചകവും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു സത്യത്തെ വേർതിരിച്ചെടുക്കാമെന്ന കാര്യം നീ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതിൻ്റെ യുക്തി എന്താണ്? അതൊരു വിശ്വാസമാണ്. യുക്തിയുടെ അവസാനം വരുന്നത് യുക്തികളെ ഏത് പരിശോധിച്ചാലും ഏറ്റവും അവസാനം ചെന്ന് മുട്ടണത് വിശ്വാസത്തിലാണ്. സയൻസും വിശ്വസിക്കുന്നത് ചില വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾ യുക്തിഭദ്രമായി മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷണങ്ങൾ നടത്തണമെന്ന് മാത്രം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു നിരീശ്വരവാദിയെ അപ്പാടെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണില്ല. പക്ഷേ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, യുക്തിയിൽ നിന്നാൽ ഈ മനുഷ്യ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. പിന്നെ നമ്മളിതൊന്നും അവനെ പറഞ്ഞ് വാദിച്ച് ജയിക്കാൻ പോണ്ട. അവൻ്റെ ജീവിതത്തിൽ അവനെ സാധിക്കുന്ന പോലെ ദൈവം അവനെ ഒരു വരമായിട്ട് വിശ്വാസം കൊടുക്കട്ടെ. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വരമാണ്, ഒരു ദാനമാണ്. ജോൺ പോൾ മാർപ്പാപ്പ എഴുതിയല്ലോ ഫീദെ ത്രാസി എന്ന പുസ്തകം അല്ലേ, വിശ്വാസവും യുക്തിയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. യുക്തിയിലൂടെ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിലൂടെ യുക്തിയിലേക്കും വളരാനായിട്ട് ക്രൈസ്തവൻ കടപ്പെട്ടവനാണെന്നത്. ഒന്നാം പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്ത് നിരീശ്വരവാദത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്തതിന് അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. ഒന്നാം പ്രമാണത്തോടുള്ള ലംഘനമായിട്ടുള്ള നിരീശ്വരവാദം കത്തോലിക്ക സഭയുടെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പുസ്തകം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് വിശ്വാസിക്ക് ചേർന്ന ഒരു ദൈവാരാധനയിൽ വരുന്നതല്ല. നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതാണ്. വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻ്റ് പറയുന്നു, നിരീശ്വരവാദികൾ പെരുകുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കത്തോലിക്ക വിശ്വാസികൾ അതിനെ കടപ്പെട്ടവരാണെന്നുള്ളത്. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. താങ്ക് യു.